ദേശീയപാത കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന 8-അംഗ കവർച്ചാ സംഘം പാലക്കാട് പിടിയിൽ. നിരവധി കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ട സംഘത്തെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് അതിസാഹസികമായി പിടികൂടിയത്. കവർച്ചാ സംഘം സഞ്ചരിച്ച 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘത്തിന്റെ തലവനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കം? ആര്യ പാർവതി, പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ 3:30 പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പാലക്കാട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഒരു സംശയം തോന്നുന്ന ഒരു ഇന്നോവ കാർ പോലീസ് സംഘം തടയുകയും പരിശോധിക്കുകയും ചെയ്തത്. ഈ കാറിന്റെ ഡിക്കിയിൽ നിന്ന് ഒരുപാട് നമ്പർ പ്ലേറ്റുകൾ, അതും വ്യാജ നമ്പർ പ്ലേറ്റുകൾ പോലീസ് സംഘത്തിന് ലഭിക്കുന്നു. ഇതോടുകൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത് എന്നുള്ളത് തിരിച്ചറിയുന്നത്. പിന്നീട് പോലീസ് തുടർ പരിശോധന നടത്തുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലായ ഒരു യുവാവിന്റെ ഫോണിലേക്ക് ഒരു മൊബൈൽ ഫോണിൽ കോൾ വരുന്നു. പിന്നീട് ആ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിനിടെയാണ് കൂടുതൽ ആളുകൾ കൂടി പോലീസിന്റെ പിടിയിലായത്. ഇപ്പോൾ നിലവിൽ 8 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. 8 പേരും ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘമാണെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എറണാകുളം സ്വദേശികളായിട്ടുള്ള മാഹിൻ, സഞ്ജയ്, ബിജു, അഖിൽ, രഞ്ജിത്ത്, ആലപ്പുഴ സ്വദേശി അൻഷാദ്, പാലക്കാട് സ്വദേശികളായിട്ടുള്ള അനീഷ് കുമാർ, ദീക്ഷിത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ 8-അംഗ സംഘത്തിന്റെ ഒരു തലവനുണ്ട്. ഈ തലവന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നുള്ളതാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ 8 പേരെയും കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇവർക്കെതിരായിട്ടുള്ള തുടർ നടപടി. ഇവർക്ക് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യപ്രതിയുണ്ട്. ആ മുഖ്യപ്രതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള നീക്കം ഊർജിതമാക്കി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തെയാണ് പോലീസ് ഇപ്പോൾ അതിസാഹസികമായി പിടികൂടിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.